അപ്പോൾ ഹലോ ഗായ്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് പ്രൊജക്ട് IDX എന്നൊരു IDE കുറിച്ചാണ്. IDE എന്നാൽ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്. ഞാനൊരു ചെറിയ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് എന്താ ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാനുള്ള കാരണം എന്തെന്നാൽ, വിഷ്വൽ സ്റ്റുഡിയോ പോലുള്ള ലൈക്ക് സെയിം ഒരു IDE തന്നെയാണ് പ്രൊജക്ട് IDX. അപ്പോൾ അതിനെക്കൊണ്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ല, അതൊരു ക്ലൗഡ് ബേസ്ഡ് IDE ആണ്. ഈ പ്രൊജക്ട് IDX എന്ന് പറഞ്ഞത് ഒരു ക്ലൗഡ് ബേസ്ഡ് IDE ആണ്. ഇത് റിലീസ് ചെയ്തത് മെയ് 14, 2024 ഇത് റിലീസ് ചെയ്തത്. ഗൂഗിളാണ് ഈ ഒരു IDEക്ക് പിന്നിൽ. അപ്പോൾ ഇതൊരു ക്ലൗഡ് ബേസ്ഡ് പ്ലാറ്റ്ഫോം ആയത് എന്നാൽ ഇതിന് എനിക്ക് ഏറ്റവും തോന്നിയ അഡ്വാൻറ്റേജ് എന്തെന്നാൽ, ഇപ്പോൾ നമ്മൾ ഒരു മൊബൈൽ ആപ്ലിക്കേഷനൊക്കെ ഉണ്ടാക്കുക ആളാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു വിർച്വൽ ഡിവൈസിൻ്റെ ആവശ്യം വേണ്ടി വരും. അപ്പോൾ ഒരു വിർച്വൽ ഡിവൈസ് റൺ ചെയ്യാൻ നമ്മുടെ സിസ്റ്റത്തിന് ഹൈ എൻഡ് റാമൊക്കെ വേണ്ടി വരും. അപ്പോൾ നിങ്ങളൊരു ലോ എൻഡ് PC ഉള്ള ഒരാളാണെങ്കിൽ ഇത് നിങ്ങൾക്കൊരു അപ്രോപ്രിയേറ്റ് സൊല്യൂഷൻ ആണെന്ന് ഞാൻ പറയാം. കാരണം ഇതിൻ്റെ വിർച്വൽ ഡിവൈസൊക്കെ റൺ ചെയ്യുന്നത് ക്ലൗഡിലാണ്. അപ്പോൾ ക്ലൗഡിലത്തെ സെർവറിൻ്റെ സ്പീഡ് വെച്ചിട്ട് നിങ്ങൾക്കൊരു നല്ല നല്ലൊരു വിർച്വൽ ഡിവൈസസ് നിങ്ങൾക്ക് ചെറിയ സ്പെക്കുള്ള PCയിലും റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ട ഒരു കാര്യം എന്തെന്നാൽ, നല്ലൊരു നെറ്റിൻ്റെ സ്പീഡ് കുറച്ച് കൂടുതൽ ഉണ്ടാവണമെന്നേ ഉള്ളൂ. ഒരു 60-70 MB ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന സ്പീഡ്. 60-70 MB/s ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന സ്പീഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു പ്രൊജക്ട് IDXൻ്റെ ഒരു UI. അപ്പോൾ ഇതിൽ വേറൊരു ഇത് എന്നാൽ, നമ്മുടെ VS കോഡിൽ കോപ്പൈലറ്റ് എന്ന പോലെ ഇതിൽ ജെമിനി ഇൻബിൽഡായിട്ട് നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. കോപ്പൈലറ്റ് ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ നമ്മൾ കാശ് കൊടുക്കേണ്ടി വരും അതിൻ്റെ പ്രീമിയം വേർഷൻ വാങ്ങിക്കാൻ. പക്ഷേ ഇത് ഫ്രീ ആണ്, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പോൾ ഇതിനൊരു വേറെ അഡ്വാൻറ്റേജ് ആണ് പ്രൊജക്ട് IDXൻ്റെ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് യൂസ് ചെയ്തോ. പിന്നെ ഇതിലൊരു അഡ്വാൻറ്റേജ് എന്തെന്നാൽ, ഇതിൽ കുറേ ടെംപ്ലേറ്റുകളുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ കണ്ടാൽ, നിങ്ങളിപ്പോൾ ഏത് ഡെവലപ്പർ ആണെങ്കിലും അവർക്ക് വേണ്ട രീതിയിലുള്ള ടെംപ്ലേറ്റുകൾ ഇതിൽ അവൈലബിൾ ആണ്. ആംഗുലാറിൻ്റെ ടെംപ്ലേറ്റ് ഉണ്ട്, ഫ്ലട്ടറിൻ്റെ ടെംപ്ലേറ്റ് ഉണ്ട്, നമുക്ക് ബാക്ക് എൻഡ് നോഡിൻ്റെ ടെംപ്ലേറ്റ് ഉണ്ട്. ഗോലാങ് ഡെവലപ്പേഴ്സിനാണ് ഗോ, പിന്നെ ജാങ്കോ ഡെവലപ്പേഴ്സിനെല്ലാമൊക്കെയാണ് പൈത്തൺ ഫ്ലാസ്ക് ഉണ്ട്. അതേപോലെ നമുക്ക് ഇവിടെ ഏത് ടെംപ്ലേറ്റ് വേണമെങ്കിലും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ അടുത്തൊരു ഗുണം എന്തെന്ന് ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ പ്രൊജക്റ്റ് സേവ് ചെയ്യുന്നതൊക്കെ ക്ലൗഡിലായിരിക്കും. അപ്പോൾ അതിനൊരു മെമ്മറിയില്ല, എത്ര വേണം നിങ്ങൾക്ക് പ്രൊജക്റ്റിൽ സേവ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് സെയിം VS കോഡ് യൂസ് ചെയ്യുന്ന പോലെയാണ്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു സാധാ VS കോഡ് പ്രൊജക്റ്റ് ആക്കുന്ന പോലെ നിങ്ങൾക്കാക്കി ഇത് സിമ്പിളായി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാണെങ്കിൽ, ഇപ്പോൾ ഫ്ലട്ടറിൻ്റെ ഇത് കാണിച്ചു തരാം. ഇപ്പോൾ ഫ്ലട്ടറിന് ഇപ്പോൾ നമ്മളൊരു ഡെമോ ആപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഡെമോ ആപ്പ് ഇപ്പോൾ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഏകദേശം VS കോഡിൽ വരുന്നത് പോലെയാണ്. ഇപ്പോൾ അതിൻ്റെ എൻവയോൺമെൻ്റൊക്കെ ഇതാക്കുന്നത്. ഇപ്പോൾ നമ്മൾ VS കോഡിലാണെങ്കിൽ ഫ്ലട്ടർ ക്രിയേറ്റ് കമാൻഡ് വെച്ചിട്ട് ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതാണെങ്കിൽ ഗ്രാഫിക്കലി നമുക്ക് സുഖമായി ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ലൈവായിട്ട് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇതിൽ കൂടെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു യൂസബിലിറ്റി നിങ്ങൾക്ക് മനസ്സിലാവും. പേഴ്സണലി എനിക്ക് VS കോഡിനെക്കാട്ടി ഇഷ്ടം IDX തന്നെയാണ്. അപ്പോൾ അത് ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ നമ്മുടെ IDX തുറന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഇവിടെ സെയിം VS കോഡ് പോലെ തന്നെ ഫോൾഡർ സ്ട്രക്ചറൊക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ഒരു കൗണ്ടർ ആപ്പ് ഇവിടെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ പുതിയ ഒരാളാണെങ്കിൽ ഇത് പ്ലഗിൻസൊക്കെ ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഒരു
സിമ്പിൾ ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, ഹലോ വേൾഡ് സെയിം വി എസ് കോഡ് പോലെ നമ്മൾ ഇതിൽ ഇതാക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ അത് അവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ടൈം വെയിറ്റ് ചെയ്യേണ്ടി വരും തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇത് എങ്ങനെയാണ് നമുക്കൊരു വിർച്വൽ നമ്മുടെ വിർച്വൽ ഡിവൈസ് എന്ന് പറഞ്ഞ ഒരു എമുലേറ്റർ വിർച്വലായാണ് ഇതിൽ റൺ ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. സിമ്പിളാണ് സംഭവം. ഇവിടെ കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ വിർച്വൽ ഡിവൈസ്. ഇതിപ്പോൾ നമ്മുടെ ആപ്പ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് ഇവിടെ വിസിബിളായി കാണും. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ വിചാരിച്ചാൽ ഇപ്പോൾ നമ്മൾ വി എസ് കോഡിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കിപ്പോൾ ഒരു i7 പ്രോസസ്സറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ വലിയ ഫോണൊക്കെ റൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് അവിടെയൊന്നും ആ ഒരു ലിമിറ്റേഷനൊക്കെ ഇത് മറികടക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇത് ഫ്യൂച്ചർ എന്ന് തന്നെ പറയാം. നമുക്ക് ഡെവലപ്പേഴ്സിൻ്റെ ഒരു ഫ്യൂച്ചറിൽ വലിയ പോപ്പുലർ ആവാൻ പോകുന്നൊരു ഐഡിയ ആണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ കാണിച്ചു തരാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെംപ്ലേറ്റ് ഇഷ്ടമുള്ള കോഡ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ റൺ ചെയ്യാൻ പറ്റും. വി എസ് കോഡ് ഉപയോഗിക്കുന്ന പോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഫ്ലട്ടറിൻ്റെ ഒരു എക്സാമ്പിൾ ജസ്റ്റ് കാണിച്ചു തരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതിൽ സെൻറ്റർ ഹലോ വേൾഡ്. ഓക്കെ, ഇവിടെ ഈ സംഭവം ഇതിന് വേറൊരു അഡ്വാൻറ്റേജ് എന്നാൽ ഞാനിപ്പോൾ ഇവിടെ റിയൽ ടൈമായിട്ട് ഇത് ഡാറ്റ അവിടെ ചേഞ്ച് ചെയ്യും. ഇപ്പോൾ ഞാൻ ഏത് സെക്കൻഡാണോ ഇവിടെ ഇത് ചെയ്യുന്നത് ആ സെക്കൻഡ് ഡാറ്റ റിഫ്ലക്റ്റ് ആവും എമുലേറ്ററിൽ. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സാധാ ഇപ്പോൾ ഒരു നോർമൽ ഇപ്പോൾ വി എസ് കോഡിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ അതിൽ ഹോട്ട് റീലോഡൊക്കെ ഉണ്ട്. എന്നാലും നമ്മളിപ്പോൾ ഒരു ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സേവ് ചെയ്താൽ മാത്രമേ അത് UIL റിഫ്ലക്റ്റ് ആവും, ഹോട്ട് റീലോഡ് ആവും. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്ന ആ സെക്കൻഡ് ഇത് ആ എമുലേറ്ററിൽ അതിൻ്റെ ചേഞ്ച് റിഫ്ലക്റ്റ് ആവും. അതാണ് ഇതിൻ്റെ ഏറ്റവും വേറൊരു അഡ്വാൻറ്റേജ്. നിങ്ങൾക്ക് ഇവിടെ കാണിച്ചാൽ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഇതിൽ എറർ കാണിക്കും. കാരണം ആ ഒരു സെക്കൻഡ് തന്നെ ഇപ്പോൾ ഇവിടെ ഇല്ല, എറർ കാണിക്കും. കാരണം എന്തെന്നാൽ ആ ഒരു വിഡ്ജറ്റ് അവിടെ ഇല്ല. വിഡ്ജറ്റ് ഇല്ലാണ്ട് ഒന്നും ഡാറ്റ കാണിക്കാൻ പറ്റില്ല. നിങ്ങളിവിടെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ ഒരു ഹലോ വേൾഡ് എന്നൊരു ടെക്സ്റ്റ് ഡെമോ എന്നൊരു വിഡ്ജറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ. ഇപ്പോൾ ജസ്റ്റ് നമ്മളിപ്പോൾ അവിടെ കോഡ് ഞാൻ അവിടെ ആ വിഡ്ജറ്റ് അതിൽ ഇട്ട പാടിന് അതിവിടെ റിഫ്ലക്റ്റ് ആയി. നിങ്ങൾക്കിപ്പോൾ സ്ക്രീൻ വേണമെങ്കിൽ സ്ക്രീനൊക്കെ ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ സുഖമായിട്ട്. ഇപ്പോൾ ഞാൻ വേണം കാണിച്ചു തരാം. ഞാൻ പിന്നെ ജസ്റ്റ് ഒരു എക്സാമ്പിളായി കാണിച്ചു തന്നേ ഉള്ളൂ ഹലോ വേൾഡ്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെ വേണം നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഏതാണോ ഒരു UI ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സാധനം നിങ്ങൾക്ക് ഇതേപോലെ ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ബേസിക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് എനിക്ക് ഞാൻ വലിയ പ്രിപ്പയർഡ് അല്ല, ജസ്റ്റ് ഐഡിയേനെ പുറത്ത് നിന്ന് വീഡിയോ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ആപ്പ് ബാറൊക്കെ ആയി. ഇപ്പോൾ കളർ ഇപ്പോൾ
ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് വേഗം അത് മാത്രം ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് കോഡ് അപ്പം അത് എമുലേറ്ററിൽ റിഫ്ലക്റ്റ് ചെയ്യും. അതാണ് ഇതിൻ്റെ വേറെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഞാനിപ്പോൾ നിങ്ങളിപ്പോൾ ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ PC നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ കംപ്ലൈൻ്റ് ഒക്കെ ആയിപ്പോയാൽ ഇപ്പോൾ ഇതിൽ നമ്മൾ ക്ലൗഡിൽ സേവ് ചെയ്താൽ ഇപ്പോൾ ക്ലൗഡിൽ ഇതിലിപ്പോൾ സേവ് ചെയ്തു, ഇത് ക്ലൗഡിലേക്കാണ് പോകുന്നത്. ഇത് ഇവരുടെ ഒരു സ്റ്റോറേജ്, ഈ ഫിഗ്മയിലൊക്കെ ഇല്ല സ്റ്റോറേജ് പോലെ ഇവരുടെ ഒരു സ്റ്റോറേജിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ അവിടെ നമ്മുടെ സിസ്റ്റത്തിന് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് IDX തുറന്ന് നമ്മൾ അക്കൗണ്ട് തുറന്ന് നമ്മൾ ചെയ്ത പ്രൊജക്റ്റ് എല്ലാം അതിൽ നമുക്ക് അതിൽ കാണും. മീൻസ് ഇപ്പോൾ ഒരു എന്ത് പറയുക വെച്ചാൽ ഞാൻ ജസ്റ്റ് ഒരു UI കാണിച്ചു തരാം, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടിരുന്നു ഇത് നമ്മൾ സേവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെയ്ത ചേഞ്ചസ് ഒക്കെ UIയിൽ റിഫ്ലക്റ്റ് ആവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ സിസ്റ്റംസൊക്കെ ബ്ലോക്ക് ചെയ്താൽ ഇപ്പോൾ സിസ്റ്റമൊക്കെ സിസ്റ്റമൊക്കെ നമ്മൾ അറിയാണ്ട് നമ്മളെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു എറർ കൊണ്ട് ഓൺ ആവുന്നില്ല, എററല്ല എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് കൊണ്ട് ഓൺ ആവുന്നില്ല, അങ്ങനെ പ്രശ്നം വന്നാൽ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ടായിരിക്കും നിങ്ങൾ ഈ ഇതിൽ സൈൻ ചെയ്യുന്നത്. ആ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് നിങ്ങൾക്ക് ഏത് കമ്പ്യൂട്ടറിൽ വേണം നിങ്ങളുടെ പ്രൊജക്റ്റ് സുഖമായി തുറക്കാം. അപ്പോൾ ഒരു കണ്ടെയ്നറൊക്കെ പോലെയായത്. മീൻസ് ഇത് ഏതൊരു സിസ്റ്റത്തിൽ റൺ ആവും. മീൻസ് ലിനക്സിൽ നമുക്ക് റണ്ണാക്കാം, അതേപോലെ തന്നെ വിൻഡോസിൽ റണ്ണാക്കാം കുറേ. അപ്പോൾ ഗായ്സ്, അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഈ സ്ക്രീൻ ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാം, പക്ഷേ സമയത്തിൻ്റെ പരിമിതികളിലുകൊണ്ട് ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. അതിന് പകരം ഞാൻ നിങ്ങൾക്കൊരു പുതിയ ഫീച്ചർ കാണിച്ചു തരാം. ഇത് ലോഡായി വരുന്നതേ ഉള്ളൂ, അത് നെറ്റ് ജസ്റ്റ് ഒന്ന് കട്ടായി, അതുകൊണ്ടാണ്. ഇതിൻ്റെ ഒരു കോൺസ് എന്ന് വേണമെങ്കിൽ പറയാം. എന്തെന്നാൽ നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പോൾ ഫുൾ ടൈം നെറ്റ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇതേപോലെ ഇടയ്ക്ക് എമുലേറ്ററായിട്ടുള്ള കണക്ഷനൊക്കെ പോകും. കാരണം ഞാൻ നേരത്തെ വിർച്വൽ എന്ന് ഉദ്ദേശിച്ചത് വിർച്വൽ ഡിവൈസ് എന്നാൽ എമുലേറ്റർ വിർച്വലി റൺ ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലാവാൻ സിമ്പിൾ കോൺസെപ്റ്റാണ്. വിർച്വലി മീൻസ് നമ്മൾ റിയലായി റൺ ചെയ്യുന്നതിന് പകരം ഒരു വെബ്സൈറ്റിൻ്റെ ഉള്ളിൽ റൺ ചെയ്യാമെന്ന് പറയാം. നമ്മൾ സിമ്പിളായി പറയുകയാണെങ്കിൽ ഒരു വെബ്സൈറ്റിൻ്റെ ഉള്ളിൽ വിർച്വലി റൺ ചെയ്യാം, അല്ലെങ്കിൽ ഒരു സെർവറിൻ്റെ ഉള്ളിൽ നമ്മുടെ സിസ്റ്റത്തിനുള്ള റൺ ചെയ്യുന്നതിന് പകരം അതൊരു സെർവറിൻ്റെ ഉള്ളിൽ റൺ ചെയ്യുന്നു. സെർവറിൻ്റെ ആ ഒരു OS സെർവറിൻ്റെ ഒരു സിസ്റ്റത്തിനുള്ള റൺ ചെയ്യുന്നു നമുക്ക് സിമ്പിളായി പറയാം. ഓക്കെ, അപ്പോൾ ഞാനത് ഫീച്ചർ കാണിച്ചു തരാം. ഇതൊക്കെ ഇത് നെറ്റിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ടാണ്. ഇത് നിങ്ങളത് കാര്യമാക്കണ്ട. ഓക്കെ,
ഇതിൽ നമുക്കിങ്ങനെ ഔട്ട് എടുക്കാൻ വേണമെങ്കിൽ നോർമലി VS കോഡിൽ ഞാൻ ഔട്ട് എടുക്കുന്ന പോലെ സിമ്പിളായി ഔട്ട് എടുത്തു എന്നതിൽ സിമ്പിളാണ്, അതൊരു കമാൻഡാണ് നമ്മുടെ കോഡ് റൺ ചെയ്യാൻ. അപ്പോൾ അതിലേക്കൊന്നും ഞാൻ ഡീപ്പായി പോകുന്നില്ല. നമുക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ വേണമെങ്കിൽ എന്തിൻ്റെ UI വേണമെങ്കിൽ ഞാനൊരു ഡെമോ കാണിച്ചു തരാം. അതിന് വേണ്ടി വേറൊരു വീഡിയോ വേണമെങ്കിൽ അതിന് വേണ്ടി വേറൊരു വീഡിയോ വേണമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, എന്തായാലും റണ്ണാവും. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ഫീച്ചർ പറഞ്ഞുതരാം ഇതിൻ്റെ. ഈ പ്രൊജക്റ്റ് നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം. അതിവിടെ നെറ്റ് സ്റ്റേബിൾ അല്ലാതുകൊണ്ടാണ്. ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം. നിങ്ങളിത് യൂസ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഈ എമുലേറ്ററൊക്കെ ഫീൽ ചെയ്തത്, VS കോഡാണോ ബെറ്റർ അതോ ഈ ഒരു പ്രൊജക്റ്റ് ഐഡിയാസ് ആണോ ബെറ്റർ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പോൾ ഇതേപോലെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ടൂൾ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അതും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാനൊന്ന് കമൻറ്റ് വായിക്കുന്നതാണ്. കണ്ടാൽ ഞാനൊന്ന് റെഫർ ചെയ്ത് നോക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ അടുത്തൊരു ഫീച്ചർ എന്താണെന്ന് പറഞ്ഞാൽ, ഇതിൽ ഇപ്പം നമ്മൾ എല്ലാവരും GitHub ഒക്കെ യൂസ് ചെയ്യുന്ന ആളായിരിക്കും. GitHub GitLab എന്തെങ്കിലും ഒരു സെർവർ, ഗിറ്റിൻ്റെ ഒരു സെർവർ പോലത്തെ ബാക്ക് എൻഡ് എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ ഗിറ്റിന് സിസ്റ്റം യൂസ് ചെയ്യുന്ന ഒരാളായിരിക്കും. മീൻസ് ഒരു വേർഷൻ കൺട്രോൾ സിസ്റ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ആ സംഭവമൊക്കെ ഇതിൽ ഇൻബിൽഡായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ GitHubൽ നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്ന റെപ്പോസിറ്ററീസൊക്കെ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ആ ഒരു ലിങ്ക് ഇതിലേക്കൊന്ന് URL ഒന്ന് ഇട്ട് കൊടുത്താൽ ആ ഒരു പ്രൊജക്ട്സൊക്കെ ഇതിലേക്ക് ഇമ്പോർട്ടായി വരും. ഓക്കെ, അപ്പോൾ അത് ഇതിനൊരു അടുത്തൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്തെന്നാൽ ഫയർ ബേസ് ഒക്കെ ഇതിൽ ഓൾറെഡി അവൈലബിൾ ആയിട്ടുണ്ട്. ഫയർ ബേസിൽ VS കോഡിനെ കാട്ടി നമുക്ക് ഫയർ ബേസ് സിമ്പിളായി യൂസ് ചെയ്യാൻ പറ്റുന്ന ഇതിലാണ്. ഫയർ ബേസ് എന്നാൽ അറിയാമല്ലോ, ഒരു ഓൺലൈൻ ഡാറ്റാബേസ് ആണ്, ഒരു ബാക്ക് എൻഡ് ആയിട്ട് സർവീസ് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതൊക്കെ ഇതിൽ ഇൻബിൽഡായിട്ട് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ഒരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പറാണ്, ബാക്ക് എൻഡിനെ കുറിച്ച് അറിയാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ ഫയർ ബേസ് ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ബാക്ക് എൻഡ്, നിങ്ങൾക്ക് വലിയ ബാക്ക് എൻഡിന് അറിവില്ലാണെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് എൻഡും ചെയ്യാൻ പറ്റുന്നതാണ്. ഫയർ ബേസ് ഒക്കെ ഓൾറെഡി അവർ അതായത് ഗൂഗിൾ ടീം ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ അത് കാണിച്ചു തരാം. ഫയർ ബേസ് ഒക്കെ നമുക്ക് സുഖമായിട്ട് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുന്നതാണ്. CLI ഓൾറെഡി ഇതിൽ തന്നെ ഉണ്ടാവും. നമ്മൾ എക്സ്ട്രാ വേറെ ഇതിൽ ടെർമിനലൊന്നും ഇട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. വേറെ കൺഫിഗർ ചെയ്ത് അതിൽ നിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ ഓൾറെഡി ഇതിൽ തന്നെ ഉണ്ടല്ലോ. ഫയർ ബേസിൻ്റെ സംഭവങ്ങളിൽ ഇതിൽ തന്നെ ഉണ്ട്. കണ്ടോ, ഇതാണ് ഫയർ ബേസ്. ഇവിടെ ഫയർ ബേസിൻ്റെ സംഭവങ്ങൾ ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. ഫയർ ബേസ് ഒന്നും ഇപ്പോൾ ചെയ്യുന്നില്ല, സമയപരിധികളുള്ളതുകൊണ്ടും. അതൊരു പ്രൊജക്റ്റൊക്കെ വന്നാൽ ഞാൻ ടൈം ഉണ്ടെങ്കിൽ ഞാൻ വേണം കാണിച്ചു തരാം അതൊക്കെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി.